ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. നല്ലൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾക്ക് മെഡിക്കൽ കോളേജിൽ കുറച്ച് ഫുഡ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഞാൻ. അപ്പം മക്കൾസിന് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, ഇനിയിപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പത്തിരിയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചൊരു 10 മണിയായിട്ട് കൊടുത്താലും മതി. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പിന്നെ പഴം വാട്ടിയതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കാൻ കേട്ടോ. അപ്പം ഇതൊക്കെ കൊടുത്താൽ പിന്നെ ഓൽക്കൊരു 10 മണിയാകുമ്പോൾ കൊടുത്താൽ മതി. കാരണം ഇന്നൊരു ഒഴിവുള്ളൊരു ദിവസമാണ് കേട്ടോ, സ്കൂളൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ പഴം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങയും ഞാൻ നെയ്യിൽ വാട്ടിയതാണ്, പഴം നെയ്യിൽ വാട്ടിയതാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ കാരണം വെച്ചാൽ കുറച്ച് നേരമൊക്കെ ഓല ഓടിക്കളിച്ചോളുമല്ലോ, പിന്നെ ഓല കളിയും കാര്യമൊക്കെ ആയിട്ട് പൊയ്ക്കോളും. കാരണം എനിക്ക് കുറച്ചധികം ബിസി ഉള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് കൊടുക്കാറുമ്പോൾ ഒരു 4-5 പൊതി മതി കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഉണ്ടാക്കും പോലെ അല്ലല്ലോ, കുറച്ചധികം ക്വാണ്ടിറ്റി വേണമല്ലോ, അപ്പം കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓൽക്കുള്ള അത് ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുപ്പിൽ കീസല്ല കേട്ടോ, കടലാസാണ്, സീനാക്കണ്ട. അപ്പോൾ കടലാസ് ഞാൻ ഇങ്ങനെ കരിയിക്കണം. എന്തിനാ വെച്ചാൽ ഇങ്ങനെ പതിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് പ്രാണികളൊക്കെ ഉള്ള മാതിരി തോന്നി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുകയിട്ടാൽ ഇങ്ങനെ നമ്മൾ ഗ്രിൽസ് ആകുമ്പോഴേ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പാറി വരുമല്ലോ, നമ്മൾ അത്രയും ക്ലീനാക്കി തുടച്ച് തോത്തിയിട്ടാലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഓലൊക്കെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ അപ്പോൾ ആ ഒരു പുകയും കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ ഓലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിത് ആ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഓൽക്കല്ല ഉണ്ടാക്കുന്നത്, നമ്മൾക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ ഓൽക്ക് നമ്മൾ മീൻ കറിയും പിന്നെ പച്ചക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കർമൂസക്കറിയാണ്. അപ്പം അത് രണ്ടും പാടാകുമ്പോൾ പിന്നെ എനിക്ക് പൈക്ക് ചിക്കൻ കറി കൂടി വേണ്ടല്ലോ. കാരണം മീൻ പൊരിച്ചതും ചിക്കൻ കറി അതൊരു കോമ്പിനേഷൻ ഇല്ലയെന്ന് തോന്നി. അപ്പോൾ ഏതായാലും നമ്മൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ അവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ഇഞ്ചി എല്ലാം ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം തന്നെ ഫുഡ് ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എല്ലാം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം ലാഗായി പോകുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചധികം കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ നാളെ എനിക്ക് വല്ലാതെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ കുക്കിംഗ് ഒന്നും കേട്ടോ, അല്ലാത്ത പണി എമ്പാടും ഉണ്ടാവും. കാരണം നമ്മൾക്ക് ചെറിയ 4 മക്കളുള്ളതല്ലേ. അപ്പോൾ എങ്ങനെയായാലും ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും. വീട്ടമ്മമാരായിരിക്കുന്ന എന്നെപ്പോലെയുള്ള ആളുകളോട് ഇപ്പോൾ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ എല്ലാ ഇത്തമാർക്കും എല്ലാ ചേച്ചിമാർക്കും ഒക്കെ മനസ്സിലാവണുണ്ടാവും. അപ്പോൾ ഏതായാലും പിന്നെ ചെറിയ മക്കളുള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തോനൊക്കെ ഉണ്ടാക്കി വെക്കും, കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം എന്നൊന്നും ഈ പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം പിന്നെ അവിടെ കിടക്കുന്ന രോഗികൾ അത്രയും പാവപ്പെട്ടവരായിട്ടാണെന്നും മാത്രമല്ല, പിന്നെ ചിലവർ പാവപ്പെട്ടവരുണ്ടാവും, ഇടത്തരക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ മാസങ്ങളോളം മെഡിക്കൽ കോളേജൊക്കെ അഡ്മിറ്റായി കിടക്കുമ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുക, പിന്നെ അത് അത്ര ഹെൽത്തി അല്ലല്ലോ. പിന്നെ വിശ്വസിച്ച് ഇതാക്കാനും പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ ഒന്നല്ലല്ലോ ഇപ്പോൾ ഹോട്ടലിലൊക്കെ. അപ്പം അതുപോലെ തന്നെ പിന്നെ ക്യാഷും പിന്നെ ഒരുപാട് ദിവസങ്ങളോളം കിടക്കുമ്പം ഏതൊരു സാധാരണക്കാരനും, പിന്നെ പാവപ്പെട്ടവനാവണമെന്നില്ല കേട്ടോ, ഏതൊരു സാധാരണക്കാരനും താങ്ങൂല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഘടനൻ്റെ കീഴിലൊക്കെ ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലുപരി അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ, ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെക്കൊണ്ട് ഒന്നിനും പറ്റൂല എന്നിങ്ങനെ വിചാരിച്ചൊത്തിരിക്കുകയാണെങ്കിൽ ഒന്നിനും പറ്റൂല. നമ്മൾക്ക് ഒരുപാടുണ്ടായിട്ട് ഏതായാലും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും സവാളയും തക്കാളിയും മസാലകളും എല്ലാം ഇട്ട് പിന്നെ നമ്മൾ രമ്പയില കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കഷ്ണങ്ങളും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചോറുക്കും രാത്രിയൊക്കെ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ, പിന്നെ നാളേക്കും ഒക്കെ തന്നെ ആയിരിക്കും ഏതായാലും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി നമ്മൾ മക്കൾസിന് ഫുഡൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങോട്ട് സെറ്റാക്കിയാൽ പിന്നെ നമ്മൾക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പം
ചോറും കറിയൊന്നും ഉണ്ടാക്കിയത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ടൈം ഒരുപാട് ലാഗായ മാതിരി തോന്നി. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും അങ്ങനെ അത് വൈകലൊന്നും ഇല്ല. നമ്മൾ വീട്ടുകാർക്കാകുമ്പോൾ അങ്ങനെ വൈകില്ല. പക്ഷേ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് ടൈമും കാര്യമൊക്കെ വേണമല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം ഒരുപാടായതുകൊണ്ടാണ്. അപ്പം നമ്മൾ കർമൂസയാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ തൈരും തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ പയറുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഷ്ണമീനും പിന്നെ നമ്മൾ തളമീനുണ്ടല്ലോ അതും പിന്നെ എടുത്തിട്ടുണ്ട്. അത് പൊരിച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം അതുപോലെ തന്നെ മീൻ കറിയാണ് കേട്ടോ. തളമീൻ്റെ അല്ല കഷ്ണമീൻ്റെ കറി തന്നെയാണ്. അപ്പം മീൻ കറിയും കർമൂസ കറിയാണ് കേട്ടോ ഇന്ന്. അപ്പം നമ്മൾ ചിക്കൻ കറി ഇനിയിപ്പോൾ ഇതിലേക്കൊരു കോമ്പിനേഷൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെക്കാൻ. കാരണം അതും ഞാൻ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വെക്കണേ വെച്ചാൽ വെക്കട്ടോ. പക്ഷേ പിന്നെ ഒരുപാട് വേണ്ടല്ലോ. അപ്പം ഒരുപാട് ഓവറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചോറ് ഇതുപോലെ 2 പാക്കാക്കിയാണ് ഇട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ കറികൾ ഇങ്ങനെ കവറിലാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ കവറിൽ കാണാൻ ഹെൽത്തി തന്നെയാണ്. പക്ഷെ അത്ര ചൂടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. പോലും നമ്മൾ പാർട്ടീൻ്റെ ആൾക്കാർ തന്നതാണ് കേട്ടോ ഈ കവറും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം മക്കൾസിനൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഫുഡും കാര്യമൊക്കെ കൊടുത്തു. ഞാൻ കുളിച്ചു. ഓല് കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. എല്ലാം പറ്റൂല. നമ്മൾ 5 കവറിലാക്കിയാണ് ഇത് എടുത്തിട്ടുള്ളത്. 11 മണി ആവണേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഓല് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചു. ഞാനും മക്കൾസൊക്കെ ഫുഡ് കഴിച്ചു. അതിൻ്റെ ശേഷം തോന്നി നമ്മൾ വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഒഴിവ് ദിവസമല്ലേ, അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമ്മളടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളൊരു പുഴയാണിത്. ഒരു പുഴ, പിന്നെ അതിൻ്റെ നടുവിലൊരു മാട്ട് പോലെ എന്താ പറയുക ദ്വീപ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേസാണ് ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിൽ. പിന്നെ വെട്ടുപാറ എന്ന സ്ഥലമാണ് കേട്ടോ. ഇക്കര പിന്നെ കീഴുപറമ്പ് എന്ന സ്ഥലമാണ്. ഏതായാലും പിന്നെ നല്ലൊരു പ്രകൃതി രമണീയമായൊരു പ്ലേസ് തന്നെയാണ് കേട്ടത്. ഇവിടെ ഇപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. ആദ്യം നമ്മൾ ഇങ്ങോട്ടൊക്കെ വരലുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ കുറച്ച് അധികം ആൾക്കാർ വരലുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഒഴിവ് ദിവസം നമ്മൾ പിന്നെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായി. ഭയങ്കര തിരക്കാണെന്നൊക്കെ കേട്ട് നമ്മൾ മക്കൾസിനെയും അനിയത്തിൻ്റെ മക്കളെ മോളെയും പിന്നെ അനിയത്തിയാളെയും ഒക്കെ കൊണ്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായത്. നമ്മളടുത്തുള്ള പ്ലേസ് തന്നെ നമ്മൾ ശരിക്കും കാണൂല. നമ്മൾ ദൂരത്തേക്ക് ഇങ്ങനെ ടൂറ് പോവും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ മനുഷ്യൻ്റെ ഒരു പ്രകൃതി. അപ്പം ഏതായാലും പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. കാരണം പിന്നെ നമ്മൾക്ക് ഇവിടേക്ക് ഇങ്ങനെ വന്നപ്പം വെച്ചാൽ ഞാൻ ഒരുപാട് മുന്നേ വന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ഇത് പുഴയല്ല കേട്ടോ. പുഴൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു മുറിഞ്ഞ് വന്ന ഒരു തോട് പോലെയുള്ളൊരു പ്ലേസാണ് കേട്ടത്. പിന്നെ അപ്പുറം നമ്മൾ ചാലിയാറാണ്. പിന്നെ നല്ലൊരു പ്ലേസാണ് കേട്ടത്. നമ്മൾ വൈകുന്നേരം മക്കൾസിനൊക്കെ കൊണ്ട് ഇങ്ങനെ അവർക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പം പിന്നെ വെച്ചാൽ നമ്മൾ ഐസ്ക്രീം, പിന്നെ അതുപോലെ തന്നെ പാനിപൂരി, പിന്നെ വിവിധതരം സ്നാക്സ് കടികൾ, അതുപോലെ എല്ലാം ഉപ്പിലിട്ടതിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇവിടെ ഐസ്ക്രീം എല്ലാം ഉണ്ട് കേട്ടോ. പായസം വരെ ഉണ്ട്. അതുപോലെ അച്ചാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ചെറിയൊരു കൈത്തോടാണ് കേട്ടോ. ഒക്കെ പുഴയിൽ വന്നത് തന്നെയാണ്. ഏതായാലും ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ. നല്ല പുല്ലൊക്കെ നിറഞ്ഞിട്ട് നല്ല പ്രകൃതി രമണീയത എന്താ പറയുക, വർണ്ണിച്ചാൽ മതിയാവില്ല. നല്ലൊരു കാറ്റും കാര്യമൊക്കെ കേട്ടോ. ഇപ്പം അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഏതായാലും ഒരു 5 മണിക്ക് ശേഷം വലിയൊരു വെയിലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും വലിയൊരു ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു ബീച്ച് പോയൊരു പ്രതീതിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. തിരയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പം മക്കൾസിന് ഓടിക്കളിക്കുകയാണ്. ഓൾക്ക് ഭയങ്കര ആരാണ് കേട്ടോ. ഓൾക്ക് ഇടയിലൊക്കെ ഇങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചില മക്കൾസിന് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ മെയിനായിട്ട് ഫോണും കാര്യമൊന്നും അങ്ങനെ ഓൾക്ക് കളിക്കാൻ കൊടുക്കൂല കേട്ടോ. കാരണം നമ്മളെ നിലത്ത് വെച്ചിട്ടാണ് ഓൾക്ക് കിട്ടണമെങ്കിൽ മെയിൻ അതാണ് കേട്ടോ റീസൺ. അത് മാത്രമല്ല പിന്നെ ഓൾക്ക് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ചേലാക്കിയാലേ പിന്നെ എപ്പോഴും വേണ്ടി വരും. അപ്പോൾ ആ ഒരു പരിപാടി എൻ്റെ കുട്ടികൾക്കില്ല കേട്ടോ. അപ്പോൾ മോനിങ്ങനെ വൈകുന്നേരം നടക്കുകയാണ്. ഇവിടെ നമ്മളെ ബോട്ടും കാര്യങ്ങളും, കൈത്തോണി, പിന്നെ നമ്മൾ തുടഞ്ഞു പോണ തോണി, പിന്നെ നമ്മൾ കയറ്റിക്കൊണ്ടുപോകുന്ന തോണി ഒക്കെ ഉണ്ട് കേട്ടോ. പല സംഭവം ഉണ്ട് ഇവിടെ. വരാം
റിച്ചു ഇതാ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. കാരണം ബോട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞപ്പോഴേ, എന്നുവെച്ചാൽ നമ്മളെ സീനൊന്നുമില്ല. പിന്നെ നമ്മൾ കൂടെ കുറേ കുട്ടികളായതുകൊണ്ട് എനിക്കൊരു പേടി കേട്ടോ. കാരണം എനിക്കൊന്നുമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോണി അപകടം, ബോട്ട് അപകടമൊക്കെ എനിക്ക് കേൾക്കണല്ലേ. നമ്മൾക്ക് നീന്താൻ അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് 4 മക്കളാണ്, അനിയത്തിക്കൊന്നുണ്ട്. പിന്നെ നമ്മൾക്ക് നീന്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മക്കൾസിനൊക്കെ നമ്മൾക്ക് പിന്നെ ഇതാക്കാൻ കഴിയൂലല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയും കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഒരു പേടി ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇപ്പച്ചിൻ്റെ കൂടെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ കയറ്റണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെയാണ്. എന്നാലും ആകെ മൂഡ് ഓഫിൽ തന്നെയാണ്. ഏതായാലും മക്കൾസും ഞാനൊക്കെ ഇങ്ങനെ, ഇത് പുഴയാണ് കേട്ടോ, ചാലിയാറാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയാണ്. ഈ ചാലിയാറിൻ്റെ ഒരു പിന്നെ നടുവിലൊരു ദ്വീപ് പോലെ ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ പച്ച കാണുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കാണുന്നില്ലല്ലോ, അപ്പുറത്തല്ലേ കാണുന്നത്. ഞാൻ പറഞ്ഞ ഇതാണ് കേട്ടോ. അതായത് തോണിയിലൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അപ്പം നല്ലൊരു ദിവസം തന്നെ, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു അത്. അപ്പം പിന്നെ നമ്മൾ ഇവിടേക്ക് പറയൽ മുറിഞ്ഞമാടാണ് കേട്ടോ. അപ്പം വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരിക. മലപ്പുറം ജില്ല, അരീക്കോട് കേട്ടോ. പിന്നെ എടശ്ശേരിക്കടവിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചാൽ പോകുന്നത്. അപ്പോൾ ഇക്കാക്ക് ഒഴിവില്ലാത്ത കാരണമാണ് നമ്മൾ മക്കൾസിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്ത പ്ലേസ് തന്നെ ആയതുകൊണ്ട് സീനൊന്നുമില്ലാണ്. അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നങ്ങോട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.